നിങ്ങളുടെ അഭിപ്രായമല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ പ്രസ്താവന വന്നും അത് നമ്മുടെ SLC-ക്കാർക്ക് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എന്തെല്ലാമാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് പല ആളുകളും വളരെയധികം എന്താ പറയാ ഒരു സില്ലി ആക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനും സാഞ്ചസ് മിസ്സും വന്നിട്ടുള്ളത്. ഹായ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ, ചാനലിലേക്ക് വരുന്നതെങ്കിൽ, SLC-യുടെ മക്കളാണ് നിങ്ങളെങ്കിൽ നേരെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാം. അത്രയധികം ഉപകാരപ്രദമായിരിക്കും ഈ ചാനൽ. എല്ലാ ക്ലാസ്സുകളും ഒക്കെ ഇതിൽ തന്നെയുണ്ട്, ലൈവുകളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് മിസ്സേ എന്താണ് ആ കാര്യങ്ങളെന്ന് പറയാം. നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയർ മുതൽ നമ്മുടെ 10th പഠിക്കുന്ന മക്കൾക്ക് ഒരുപാട് പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓൾറെഡി കുറച്ച് മാറ്റങ്ങളെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അത് പല ആളുകളും പറഞ്ഞ എന്താന്ന് വെച്ചാൽ നടക്കാൻ പോണില്ല. ഇത് ഞങ്ങൾ കുറെ കേട്ടതാണ്. നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ഇരുന്ന് കാണാറുണ്ട്. ഇത് പണ്ടേ പറയുന്നത്, പക്ഷെ നടക്കാറില്ലെന്ന്. പക്ഷെ അത് എല്ലാം ഇന്നിതാ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നുകൂടെ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രധാനപ്പെട്ട ന്യൂസ് തന്നെയാണ്. അതായത് ഈ പറഞ്ഞ മാറ്റങ്ങൾ നടക്കും എന്ന് തന്നെയാണ് പറഞ്ഞു. അപ്പൊ എന്താണ് മിസ് ആ മാറ്റങ്ങൾ എന്നുള്ളത്? നമ്മൾ ഓൾറെഡി മാറ്റങ്ങൾ പറഞ്ഞിരുന്നു. ഓപ്പൺ ബുക്ക് എക്സാം, അതേപോലെ വൈവ. അതിലുപരി പുതുതായിട്ടുള്ള ഒരു മാറ്റം ഇന്ന് അപ്ഡേഷൻ വന്നിരുന്നത്, അതായത് മിനിമം മാർക്ക് ലഭിച്ചാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് SSLC പാസ്സാകാൻ സാധിക്കൂ. അത് മുന്നേ വന്നതാണ്, പക്ഷെ അത് ഉറപ്പില്ലായിരുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും ഉറപ്പിച്ചു. ഒന്നുകൂടെ പറഞ്ഞു, മിനിമം പാസ് മാർക്ക് വേണം. അത് 30% എഴുതി തന്നെ മേടിക്കണം, എന്നാലേ പാസ്സാവൂ എന്നുള്ള കാര്യം ഉറപ്പിച്ച് വീണ്ടും പറയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല്, ഇത് എങ്ങനെയാണ് ബാധിക്കുക അതൊക്കെ ഞാൻ പറയാം. ഇത് ഓൾറെഡി ഉള്ളൊരു സിസ്റ്റം അല്ലേ മിസ്സേ? അത് മിനിമം മാർക്ക് എന്നുള്ളത് ഓൾറെഡി 10th ആണെങ്കിലും ഓൾറെഡി ഉള്ള സിസ്റ്റമാണ്. പക്ഷേ ഇനി മുതൽ +1 +2 പോലെ നമുക്ക് റിട്ടേൺ ആയിട്ട് ഒരു 30% മാർക്ക് കിട്ടണം. ഇതുവരെ C മാർക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊരു 30% മാർക്ക് മതിയായിരുന്നു. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് +2-കാർ എഴുതുന്ന പോലെ 60-ൽ 18 എന്നുള്ള പോലെ ഇപ്പൊ 40-ലാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ അതിൽ 12 മാർക്ക് നേടണം. C മാർക്ക് കൂടാതെ 12 നമ്മൾ എഴുതി തന്നെ ഈ മാർക്ക് മേടിക്കണം. അതേപോലെ 24 മാർക്ക് 80-ലും നേടണം. അപ്പൊ അത് കിട്ടാൻ തോറ്റുപോകും. തോൽക്കാൻ SLC തോറ്റുപോകും, വിജയശതമാനം കുറയും. അപ്പൊ അതിനു മുമ്പ് വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. ഇത് ആരെയാണ് ബാധിക്കുക, കൂടുതലായിട്ട് എഫക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ A+ ആഗ്രഹിക്കുന്ന മക്കളെ ഒന്നല്ല കൂടുതൽ എഫക്ട് ചെയ്യാം. ജയിക്കുമോ, ഞാൻ തോൽക്കുമോ എന്ന് പേടിക്കുന്ന കുറച്ച് ആൾക്കാർ, ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ, ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിയിട്ട് 10th കടന്നു പോയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ. പക്ഷെ ഇനി അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്സാവാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഒരു SLC-കാരുടെ മെന്റാലിറ്റി എന്താ മിസ് എന്നറിയോ? സ്ട്രെസ് ആയിരിക്കും, കുറെ അപ്ഡേഷൻ, കുറെ മാറ്റങ്ങൾ, എല്ലാം കൂടി ഞങ്ങളുടെ തലയിലാണല്ലോ ദൈവമേ വരുന്നത്. ആ ഒരു മൈൻഡിലാണല്ലോ ഇതൊക്കെ വരുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങളെ സ്ട്രെസ് ആക്കാനോ അല്ലെങ്കിൽ പേടിപ്പിക്കാനോ അല്ല പറയുന്നത്. അതായത് നമ്മൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമ്മുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോയാൽ സിമ്പിൾ ആക്കി ഈ മാറ്റങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നൊരു തരത്തിലായിരിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ ഏഗൺ ഉണ്ട്. ഏഗൺ എല്ലാം സെറ്റ് ആണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഏഗണിന്റെ പുതിയ പ്ലാറ്റ്ഫോം ആണ് നമ്മുടെ ടൈറ്റൻ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. അപ്പൊ അതിലെല്ലാം ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ്. എല്ലാം കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാൻ ഞങ്ങൾ റെഡിയാണ്. അതിന്റെ ഫ്രീ ട്രയലൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി താഴെ കാണുന്ന നമ്മൾ വിളിച്ചാൽ മതി. 9207100600 വിളിച്ചാൽ മതി. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. പക്ഷെ എനിക്കറിയാം നിങ്ങൾക്ക് വൈവ അതുപോലെ ഓപ്പൺ ബുക്ക് എല്ലാം മാറ്റും ഭയങ്കര പേടി തോന്നും. പക്ഷെ അതിനൊരു ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏഗന്റെ കൂടെ ഇരുന്ന് നമ്മൾ ഈ വർഷത്തെ എല്ലാ ക്ലാസ്സും കൂടെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ എക്സാം നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ മെന്ററിംഗ് ഉണ്ട്, ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ ചേർത്ത് നിർത്താൻ ആളുകളൊക്കെ ഉണ്ടാവും. പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. ആ ധൈര്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇത് കൂടുതലായിട്ട് ബാധിക്കുക ആരെയെന്നും കൂടെ പറഞ്ഞു. ഈ ബോർഡർ ലൈനിലുള്ള ആളുകളെയാണ്. SLC-കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് വന്ന് അപ്പം തന്നെ ഇവർ അറിയിക്കില്ല മിസ്സേ. അപ്പൊ ഈ മാറ്റങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിർബന്ധമായിട്ട് ഒരു കമന്റ് വേണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറയണത് നല്ലതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പുറത്തേക്ക് വരണം, എല്ലാവരും അറിയണം. കാരണം എക്സാം എഴുതുന്നത് നിങ്ങളാണ്, നിങ്ങളാണ് ബാധിക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയി. കാരണം എന്താ, ഇതെല്ലാം മാറ്റങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതെല്ലാം ടാക്കിൾ ചെയ്യും. ഞങ്ങളുടെ മക്കൾ നല്ലപോലെ പഠിപ്പിക്കുന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവാം. അപ്പം മിസ്സേ, ഇത്രയും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ബൈ.